ഈ വലിയ പാറയുടെ താഴെയുള്ള ഈ മൺവീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഒരു കോട്ടേജിന്റെയും അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് വർത്താണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ഈ റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. ബെഡും നല്ല കംഫർട്ട് ആയിരുന്നു. അകത്തെല്ലാം മണ്ണും മരം തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. രാത്രി മിക്കവാറും നല്ല തണുപ്പായിരിക്കും ഇവിടെ. ഇവിടെ കട്ടിലായാലും അതുപോലെ ചെയർ എല്ലാം കംപ്ലീറ്റ് ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടി വിയിൽ അത്യാവശ്യം ലോക്കൽ ചാനൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. നമുക്ക് ചായ കാപ്പി ഉണ്ടാക്കാനുള്ള എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മുകളിലൊക്കെ അത്യാവശ്യം ഹാർഡാണ്, പക്ഷെ താഴ്ഭാഗമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല വെറ്റായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ പവർ ബാക്കപ്പ് ഇൻവെർട്ടർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ്. ടോയ്ലറ്ററീസ് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മുകളിലൊക്കെ ഇവിടെ മരം കൊണ്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൽ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കോട്ടേജ് തന്നെയാണ് കേട്ടോ ഇത്. AC ഒന്നുമില്ല, പക്ഷേ മരവും മണ്ണും ആയതുകൊണ്ട് നല്ല തണുപ്പ് രാത്രി ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ചുമരിന്റെ താഴെഭാഗമൊക്കെ നല്ല വെറ്റാണ്. നമ്മൾ തൊടുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. അവരോട് പറഞ്ഞപ്പോൾ അവരതൊന്നും പ്രശ്നമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. വൈഫൈ റൗട്ടറൊക്കെ റൂമിന്റെ പുറത്ത് തന്നെയാണ്, അതുകൊണ്ട് നെറ്റിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. താഴെ ഇത് ഒരു റൂം ചൂടാക്കാൻ വേണ്ടി പുകയ്ക്കുന്ന ഒരു പരിപാടിയാണ്, പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ തണുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പരിപാടി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ ഗ്യാസിലാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഗ്യാസ് സിലിണ്ടർ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവരിത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അവർ ഇൻഫോം ചെയ്ത് അവർ പിന്നെ വന്ന് വെച്ചതാണ്. ചെറിയൊരു വാക്കിന് പോകാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. രാവിലെ നമുക്കൊന്ന് പോയി നോക്കണം. നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന മഡ് ഹൗസ് ഇവിടെ ഈ ഒരൊറ്റ കോട്ടേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നോർമൽ റൂമുകൾ തന്നെയാണ്. ഇതെല്ലാം നോർമൽ നമ്മുടെ ഡീലക്സ് റൂമുകളാണ്. AC ഉള്ള ഡീലക്സ് റൂമുകളാണ് എല്ലാം ഉള്ളത്. ഏകദേശം 4500 5000 റേഞ്ചിലാണ് ആ റൂമുകളുടെ എല്ലാം റേറ്റ് വരുന്നത്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ റെസ്റ്റോറൻറ്റ് ഏരിയയും വരുന്നത്. റെസ്റ്റോറൻറ്റ് ഏരിയ വളരെ ചെറുതാണ്, ആകെ 2 ടേബിൾസേ ഉള്ളൂ കേട്ടോ അവിടെ. ഇവിടെ ഈ ഒരു കോട്ടേജിന് ഒരു പ്രൈവറ്റ് ബോൺഫയർ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ പബ്ലിക്കായിട്ട് വേറെ ബോൺഫയർ കൂടി ഉണ്ട്. ഇത് പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് മാത്രം സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് അവരുടെ കിച്ചൺ വരുന്നത്. ആ ചെറിയ ഷെഡാണ് അവരുടെ കിച്ചൺ. അതിന് മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ബഡ് ഹൗസ് വരുന്നത്. രാത്രി ബോൺഫയർ മ്യൂസിക്കും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രി ഇവിടെ തന്നെയാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അതിനുള്ള ഗുണമൊന്നും ഉണ്ടാകാൻ തോന്നിയില്ല. ഏകദേശം 250 to 300 റേഞ്ചിലാണ് ഓരോന്നിനും ഓരോ ഡിഷിനും വരുന്ന റേറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ റൂം താരിഫിൽ ഇൻക്ലൂഡ് ആയിരുന്നു. പുട്ട്, ഇഡ്ഡലി, കടല, പിന്നെ ബ്രെഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. മഡ് ഹൗസ് ആയതുകൊണ്ടായിരിക്കും, പുറത്തുള്ളതിനേക്കാളും തണുപ്പ് വീടിനകത്തായിരുന്നു. നമുക്കിവിടെ കുറച്ചൊന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം എന്താണ് അവിടെ കാണാനുള്ളതെന്ന്. ആളുകൾ കയറാറുണ്ട് തോന്നുന്നു. ചെറിയ വഴിയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് നല്ല സ്റ്റീപ്പാണ്. കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കയറണം കേട്ടോ. ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല. ഇവിടുന്ന് ചെറിയൊരു ഓപ്പൺ വ്യൂ കാണാം നമുക്ക്. ആ താഴെ കാണുന്ന റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഭ്രമര വ്യൂ പോയിന്റിലേക്ക് പോയത്. ആ ദൂരെ കാണുന്നത് വേറൊരു റിസോർട്ടാണ്. ചീനി ഹിൽസ് എന്നുള്ള റിസോർട്ടാണ് കേട്ടോ അത് ദൂരെ കാണുന്നത്. നമുക്കിനി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ സ്റ്റേ ചെയ്ത മഡ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അത്. ജസ്റ്റ് ആ ഒരു ഇത് കയറിയാൽ മതി. ഒരുപാട് ദൂരമൊന്നുമില്ല അവിടുന്ന്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഒരു 3 വണ്ടി ഇവിടെയും, തൊട്ടപ്പുറത്ത് 2 വണ്ടി ഇവിടെ, മാക്സ് 1 വണ്ടി കൂടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. അത്ര കോട്ടേജ് തന്നെ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജിന് വന്ന റേറ്റ് ഏകദേശം 4000 രൂപയോളമാണ്. ഗോയബിബോ വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ അവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ ഒരു 4500 5000 രൂപയോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു എമൗണ്ടിന്
ഈ ഒരു പ്രോപ്പർട്ടി വർത്തായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മഡ് ഹൗസിന്റെ അപ്പുറത്തേക്ക് പിന്നെ കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ളതില്ല. അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഇത്, ചെറിയൊരു സ്ഥലമാണ്. എങ്കിലും ഇതൊരു 3000 രൂപയ്ക്ക് താഴെയൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് വന്ന് സ്റ്റേ ചെയ്ത് നോക്കാം. അതിന് മുകളിലേക്ക് കൊടുക്കുന്നതിനുള്ള വർത്ത് ഇതിനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ടുള്ള സ്റ്റേ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു മിനിസ്റ്റർ മാൻഷൻ ആയിട്ട് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാ കാണുന്നതാണ്. അവിടെ 2000 രൂപയാണ് റേറ്റ് വരുന്നത്.